ഒരു നാടിൻ്റെ സംസ്കാരത്തെ പറ്റിയിട്ട്, ഇല്ലെങ്കിൽ ആ നാട്ടിലെ പൂർവികർ ജീവിച്ചിരുന്ന സാമൂഹിക വ്യവസ്ഥയെപ്പറ്റി, സാമൂഹിക അന്തരീക്ഷത്തെ പറ്റിയിട്ട്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച് എല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചരിത്രകാരന്മാർ എഴുതി വെച്ച രേഖകളിലൂടെ മാത്രമല്ല, ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഉപകാരപ്രദമാകുന്നത് തലമുറകളായി വായ്മൊഴികളായി പകർന്നു വന്ന കഥകളുണ്ട്, ഐതിഹ്യ കഥകൾ. ഇപ്പോൾ ഇത്തരം കഥകളിലൂടെ നമുക്കൊരു നാടിൻ്റെ സംസ്കാരത്തെയും നമ്മുടെ പൂർവികരെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കേരളീയ സമൂഹം തലമുറകൾ കൈമാറി വിനിമയം ചെയ്യപ്പെട്ടു പോകുന്ന കഥകളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ മലയാള ദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വാമൊഴി കഥകളെ, ഐതിഹ്യ കഥകളെ 25 വർഷങ്ങളിലെ നിരന്തര ശ്രമങ്ങളിലൂടെ കണ്ടെത്തുകയും അവ 8 ഭാഗങ്ങളായി ക്രോഡീകരിക്കുകയും ചെയ്തതാണ് ഐതിഹ്യമാല. അങ്ങനെ 8ആയി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യമാല കഥകളിലെ വൈദ്യശിരോമണികൾ എന്ന വിഭാഗത്തിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് വാഗ്ഭടാചാര്യൻ്റെ കഥ. ഒരു കാലത്ത് മുഹമ്മദീയരുടെ അക്രമവും പ്രാബല്യവും നിമിത്തം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം അവരുടെ കൈവശമായി തീർന്നു. ബ്രാഹ്മണരുടെ കൈവശം ഗ്രന്ഥങ്ങളൊന്നുമില്ലാതായതിനാൽ ആ ശാസ്ത്രം അഭ്യസിക്കുന്നവരും അഭ്യസിപ്പിക്കുന്നവരും ആരുമില്ലാതായി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ വൈദ്യന്മാർ തന്നെ ഇല്ലാതായി. ആർക്കെങ്കിലും ഒരു ദീനമുണ്ടായാൽ മുഹമ്മദീയരുടെ അടുക്കൽ ചെന്ന് ചോദിച്ച് അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളത് ദിക്കായി തീർന്നു. മുഹമ്മദീയരുടെ ഇടയിൽ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണന്മാരായി ചിലർ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഈ സ്ഥിതി ബ്രാഹ്മണർക്ക് ആകപ്പാടെ വലിയ വ്യസന കാരണമായി തീർന്നു. അതിനാൽ പരദേശത്ത് ഒരു സ്ഥലത്ത് യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണർ യോഗം കൂടി ഈ കഷ്ടത നീക്കാൻ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു. മുഹമ്മദീയരെ ജയിച്ച് ഗ്രന്ഥങ്ങൾ കൈക്കലാക്കാൻ അവരുടെ പ്രബലതയുടെ സ്ഥിതിക്ക് സാധിക്കുകയില്ല. അവരുടെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വെച്ചാൽ അവർ അവരുടെ ജാതിക്കാരെ മാത്രമേ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയില്ല. അതിനാൽ ആരെങ്കിലും മുഹമ്മദീയ വേഷം ധരിച്ച് നല്ല വൈദ്യനായ ഒരു മുഹമ്മദീയൻ്റെ അടുക്കൽ ചെന്ന് ഉപായത്തിൽ പഠിച്ചു വരണം. അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലെന്ന് എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനമാക്കി. പിന്നെ അതിനായി ആരാണ് പോകേണ്ടത് എന്നുള്ള ആലോചനയായി. അതിന് നമ്മുടെ കൂട്ടത്തിൽ വാഗ്ഭടനോടും ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിട്ട് മറ്റാരുമില്ല എന്ന് എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വാഗ്ഭടാചാര്യർ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോയി ഇത് സാധിച്ചു വരാം എന്ന് സമ്മതിച്ചു. അന്ന് വാഗ്ഭടാചാര്യർ വളരെ ചെറുപ്പമായിരുന്നു, 20 വയസ്സിലധികമായിരുന്നില്ല. എങ്കിലും അദ്ദേഹം വേദശാസ്ത്രങ്ങളിലും പുരാണേതിഹാസങ്ങളിലും അതിനിപുണനായി തീർന്നിരുന്നു. അദ്ദേഹം ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സദസ്സിൽ നിന്നിറങ്ങി. ബ്രാഹ്മണർ യോഗം കൂടിയത് ഒരു നദീതീരത്തുള്ള ശാലയിലായിരുന്നു. ആ സ്ഥലത്തിൻ്റെ മറുകരയിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണനും പ്രസിദ്ധ വൈദ്യനും പഠിപ്പിക്കുന്നതിന് ഏറ്റവും സമർത്ഥനും വലിയ ധനവാനുമായ ഒരു മുഹമ്മദിയൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വാഗ്ഭടൻ തീർച്ചപ്പെടുത്തി. പിന്നെ അദ്ദേഹം മുഹമ്മദീയ വേഷത്തിന് വേണ്ടുന്ന ഉടുപ്പ്, തൊപ്പി മുതലായവയെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും ഭക്ഷണവും കഴിച്ച് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ വീണ്ടും വന്ദിച്ചിട്ട് വേഷം മാറി അവിടെ നിന്നും പുറപ്പെട്ടു. കാര്യസിദ്ധിക്കായി ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണോത്തമന്മാർ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. വാഗ്ഭടാചാര്യൻ മുഹമ്മദീയ വേഷം ധരിച്ചുകൊണ്ട് ആ മുഹമ്മദീയ വൈദ്യൻ്റെ അടുക്കൽ ചെന്ന് വന്ദിച്ചു. അപ്പോൾ വൈദ്യർ അനേകം ശിഷ്യന്മാരെ അടുക്കലിരുത്തി വൈദ്യശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേഷം കണ്ട് സ്വജാതീയനാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് വൈദ്യർ, നീ എവിടെ നിന്നും വരുന്നു, എന്തിനു വന്നു എന്ന് ചോദിച്ചു. വാഗ്ഭടാചാര്യർ, ഞാൻ കുറച്ച് വടക്ക് നിന്നാണ് വരുന്നത്. അവിടുത്തെ പേര് ഞങ്ങളുടെ ദിക്കിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇതുപോലെ ഒരു വൈദ്യർ ഭൂലോകത്ത് തന്നെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ അവിടുത്തെ അടുക്കൽ കുറച്ച് വൈദ്യശാസ്ത്രം പഠിച്ചാൽ കൊള്ളാമെന്ന് തീർച്ചപ്പെടുത്തി വന്നതാണ്. അതിന് അവിടേക്ക് കൃപയുണ്ടാകണം എന്ന് പറഞ്ഞു. ഇത് കേട്ട വൈദ്യർ, ഇത് നമുക്ക് വളരെ സന്തോഷം. നാം നിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പഠിക്കാൻ ബുദ്ധിയുള്ളവനെന്ന് കണ്ടാൽ നാം നിന്നെ പഠിപ്പിക്കാം. ബുദ്ധിയില്ലാത്ത മടിയന്മാർക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ നമുക്ക് മനസ്സില്ല. ഇവിടെ പഠിക്കുന്നവർക്കെല്ലാം ചെലവിന് നാം കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അതിനാൽ നീ അകത്ത് ചെന്ന്
ഭക്ഷണം കഴിച്ചു വരണം, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട വാഗ്ഭടാചാര്യർ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്, അതിനാൽ ഇപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട വൈദ്യർ, അത് നിന്റെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഊണ് വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു നോക്കാം. നിനക്ക് ഗ്രന്ഥം വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. വാഗ്ഭടാചാര്യരുടെ കയ്യിൽ ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട വൈദ്യർ അകത്തു നിന്നും ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ടുവന്ന് കൊടുത്ത് പഠിപ്പിച്ചു നോക്കി. സ്വല്പം പഠിപ്പിച്ചു നോക്കിയപ്പോൾ തന്നെ വൈദ്യന് വളരെ സന്തോഷം, വിസ്മയവും തോന്നി. ഇത്രയും ബുദ്ധിയും ശ്രദ്ധയും പഠിക്കാനുള്ള വാസനയുമുള്ള ഒരാളെ അയാൾ അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതിനാൽ വൈദ്യൻ പറഞ്ഞു, നീ മിടുക്കൻ തന്നെ. നിന്നെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. ചിലവിനെല്ലാം നാം തരും. നീ ഒരു കാശ് പോലും ചെലവ് ചെയ്യണമെന്നില്ല. ശരിയായി പഠിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് നിരസിച്ചുകൊണ്ട്, എനിക്ക് ഈ നദിയുടെ അങ്ങേക്കരയിൽ ഒരു ബന്ധുഗ്രഹമുണ്ട്. അവിടെ ഒരു ചാർച്ചയും വേഴ്ചയുമൊക്കെ ഉള്ളതിനാൽ ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. അവിടുന്ന് ചെലവിനൊന്നും തരണമെന്നില്ല. കൃപയുണ്ടായി പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അത് കേട്ട വൈദ്യർ, അത് നാം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞ് വാഗ്ഭടാചാര്യരെ പഠിപ്പിക്കുവാനായി തുടങ്ങി. സന്ധ്യയാകുന്നതുവരെ പഠിച്ചതിന് ശേഷം വാഗ്ഭടാചാര്യർ തിരികെ പോന്നു. സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസവും കുളിയും ജപവും ഭക്ഷണവും മറ്റും കഴിഞ്ഞ് മുഹമ്മദീയ വേഷത്തിൽ വൈദ്യൻ്റെ അടുക്കൽ ചെന്ന് പഠിക്കുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗുരുവിന് ആ ശിഷ്യനെ പഠിപ്പിക്കുവാനുള്ള ഉത്സാഹവും സന്തോഷവും സാമാന്യത്തിലധികം വർദ്ധിച്ചു വശായി. അതിനാൽ ഒരു ദിവസം വൈകുന്നേരം വാഗ്ഭടാചാര്യർ പഠിത്തം നിർത്തി പോരാൻ ഭാവിച്ച സമയം ആ വൈദ്യർ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞു വന്നാലും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ ഇഷ്ടം പോലെ ആവാം. കഴിയുന്നത് വേഗം പഠിക്കാനുള്ളത് പഠിച്ച് തൻ്റെ കളവ് പുറത്താകാതെ അവിടെ നിന്നും കടക്കണമെന്നായിരുന്നു വാഗ്ഭടാചാര്യരുടെ വിചാരവും. അതിനാൽ ഗുരുവിൻ്റെ ഈ വാക്ക് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർന്നു. എന്നാൽ ഞാൻ അത്താഴം കഴിഞ്ഞു വരാം, പഠിക്കാനുള്ളതും പഠിച്ചുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ കൊള്ളാമെന്നാണ് എനിക്കും തോന്നുന്നത്. വീട്ടിലുള്ളവർ എന്നെ കാണാഞ്ഞിട്ട് വ്യസനിച്ചിരിക്കുകയായിരിക്കും. എൻ്റെ മോഹം കൊണ്ട് ഞാനിങ്ങ് ഓടിച്ചാടി വന്നതാണ് എന്നും പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോരുകയും അത്താഴം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴേക്കും വൈദ്യനും അത്താഴം കഴിഞ്ഞ് തൻ്റെ ശിഷ്യൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറായി ഇരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലെ പഠിത്തം വൈദ്യൻ്റെ ശയനഗൃഹത്തിലായിരുന്നു. അതൊരു 7 നില മാളികയായിരുന്നു. രാത്രിയിൽ ഒരു ശിഷ്യനെ അല്ലാതെ മറ്റാരെയും ആ ഗുരു പഠിപ്പിച്ചിരുന്നില്ല. പഠിത്തം തുടങ്ങിയാൽ ഗുരു മതിയെന്ന് പറഞ്ഞിട്ട് മതിയാക്കാമെന്ന് വിചാരിച്ച ശിഷ്യനും മതിയെന്ന് തോന്നുന്നതുവരെ പഠിപ്പിച്ചേക്കാമെന്ന് ഗുരുവും വിചാരിച്ചു. രാത്രിയും പകലും അവർ വളരെ നേരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചില ദിവസം രാത്രിയിൽ പഠിത്തം തുടങ്ങിയാൽ കോഴി കൂകുന്നത് കേട്ടാണ് പഠിത്തം മതിയാക്കുക. പതിവ് ഉത്സാഹവും സന്തോഷവും കൊണ്ട് അതുവരെ നേരം പോകുന്നത് രണ്ടുപേരും അറിയാറില്ല. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം വാഗ്ഭടാചാര്യർ പഠിച്ചു തീർത്തു. എങ്കിലും ഗുരുവിന് തൃപ്തിയായി കഴിഞ്ഞില്ല. പിന്നെ ആ ഗുരു വൈദ്യസംബന്ധങ്ങളായ ഓരോ പ്രയോഗങ്ങളെപ്പറ്റി വാക്കാൽ ഉപദേശിച്ചു തുടങ്ങി. വാഗ്ഭടാചാര്യർ അവയും കേട്ട് ധരിച്ചു കൊണ്ടിരുന്നു. ഗുരു രാത്രികാലങ്ങളിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഓരോന്ന് പറയുകയും ശിഷ്യൻ താഴെയിരുന്ന് എല്ലാം കേട്ട് ധരിക്കുകയുമാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഗുരു, എൻ്റെ കാല് കഴിക്കുന്നു, നീ കട്ടിലിൽ കയറിയിരുന്ന് എൻ്റെ കാല് കുറച്ച് തലോട് എന്ന് പറഞ്ഞു. വാഗ്ഭടാചാര്യർ ഒട്ടും മടിക്കാതെ അപ്രകാരം ചെയ്തു. രാത്രി അധികമായിരുന്നതുകൊണ്ട് വാഗ്ഭടാചാര്യർ കാല് തടവുന്നതിൻ്റെ സുഖം കൊണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യർ ഉറങ്ങിത്തുടങ്ങി. അപ്പോൾ വാഗ്ഭടാചാര്യൻ്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി. കഷ്ടം, എൻ്റെ വിധി ഇപ്രകാരമായി തീർന്നുവല്ലോ. ഞാൻ ഒരു ഉത്തമ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്. വേദശാസ്ത്ര പുരാണേതിഹാസങ്ങളെല്ലാം ഗ്രഹിച്ചു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു നീചൻ്റെ കാൽ പിടിക്കാനാണല്ലോ എനിക്ക് സംഗതിയായത്. ഈ വക വിചാരം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ സഹിക്കവയ്യാതെ കൊണ്ടുള്ള ഒരു വ്യസനമുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം അറിയാതെ തന്നെ കുറേ കണ്ണുനീർ പുറപ്പെട്ടു പോവുകയും ചെയ്തു. വാഗ്ഭടാചാര്യരുടെ 4-5 തുള്ളി കണ്ണുനീർ ആ മുഹമ്മദീയൻ്റെ കാലിൽ വീണു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ശിഷ്യൻ്റെ മുഖം കണ്ണീരിൽ കുതിർന്നിരിക്കുന്നത് കൊണ്ട്, ഇവൻ നമ്മെ ചതിച്ചു, ഇവൻ നമ്മുടെ ജാതിക്കാരനല്ല, ഇവനെ വിട്ടയക്കാൻ പാടില്ല, ഇവൻ്റെ കഥ ഇപ്പോൾ കഴിക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ പെട്ടെന്നെണീറ്റ് ഒരു വാൾ കയ്യിലെടുത്തു. അത് കണ്ട വാഗ്ഭടാചാര്യർ, കാര്യം തെറ്റി, ഇവൻ ഇപ്പോഴെൻ്റെ കഥ കഴിക്കും. നീചൻ്റെ വെട്ടുകൊണ്ട് മരിക്കുന്നത് കഷ്ടമാണ്.
അതുകൂടാതെ കഴിക്കണം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരൻ എന്നൊരാളും ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ 7 നില മാളികയുടെ ഒരു കിളിവാതിലിൽ കൂടെ പെട്ടെന്ന് കീഴ്പോട്ട് ചാടി. വളരെ പൊക്കമുള്ള ആ മാളികയുടെ താഴെ ചെന്ന് വീണിട്ടും വാഗ്ഭടാചാര്യർക്ക് കാലിനല്പം ഒരു മുടന്ത് പറ്റിയതല്ലാതെ വേറൊന്നും പറ്റിയില്ല. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരുവിധം ഓടി ശത്രുക്കളുടെ കയ്യിലകപ്പെടാതെ പുഴ അക്കരെ കടന്നു. ഉടനെ കുളിയും കഴിച്ച് ബ്രാഹ്മണ സദസ്സിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് സ്വല്പം മുടന്തുള്ളതായി കണ്ടുകൊണ്ട് ബ്രാഹ്മണർ അദ്ദേഹത്തോട് കാരണം തിരക്കി. ഉണ്ടായ സംഭവങ്ങളെല്ലാം വാഗ്ഭടാചാര്യർ വിസ്തരിച്ചു പറഞ്ഞു. ഉടനെ ബ്രാഹ്മണർ എന്ത് സങ്കല്പത്തോടു കൂടിയാണ് മാളികയിൽ നിന്ന് ചാടിയതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി വാഗ്ഭടാചാര്യർ പറഞ്ഞു, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരൻ എന്നൊരാളും ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ചാടിയതെന്ന് പറഞ്ഞു. അത് കേട്ട ബ്രാഹ്മണർ, എന്നാൽ അങ്ങനെ വന്നതിൽ ഒരത്ഭുതമില്ല. സത്യമാണെങ്കിൽ എന്നായിപ്പോയത് എന്താണ്? അപ്പോൾ അതിൽ നല്ല വിശ്വാസമില്ല അല്ലേ? 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളതുകൊണ്ട് എന്നായിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു. അങ്ങനെ തോന്നിയില്ലല്ലോ. അതിനാൽ അങ്ങ് ഭ്രഷ്ടനായിരിക്കുന്നു. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കാൻ അങ്ങ് യോഗ്യനല്ല. അങ്ങേക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അത് കേട്ട് വാഗ്ഭടാചാര്യർ, ശരി തന്നെയാണ്, ഞാൻ ഇനി നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അതിനുശേഷം അദ്ദേഹം ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു. ഇനി എന്തായാലും ഇവിടെ താമസിക്കുന്നതിൽ സുഖമില്ല. ഇപ്പോൾ തന്നെ വല്ല വഴിക്കും പോയിക്കളയാമെന്ന് വെച്ചാൽ എൻ്റെ പ്രയത്നം മുഴുവൻ നിഷ്ഫലമാകും. ഇനി ഒരാൾ വിചാരിച്ചാൽ പോലും ഈ മുഹമ്മദീയരുടെ അടുക്കൽ ഈ വിദ്യ തട്ടിയെടുക്കാനത്ര എളുപ്പമല്ല. അതിനാൽ എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം ഇവർക്ക് അനുഭവയോഗ്യമാക്കി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകുന്നത് എന്ന് അദ്ദേഹം വിചാരിച്ച് നിശ്ചയിച്ചിട്ട് അദ്ദേഹം കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ചു. ബ്രാഹ്മണരുമായി യാതൊരു വിധത്തിലും സ്പർശനത്തിനിടയാകാതെ അദ്ദേഹം പ്രത്യേകം ഒരു സ്ഥലത്ത് സ്വയം ഭക്ഷണം പാകം ചെയ്താണ് താമസിച്ചിരുന്നത്. വാഗ്ഭടാചാര്യർ അങ്ങനെ താമസിച്ചുകൊണ്ട് ആദ്യം തന്നെ അഷ്ടാംഗ സംഗ്രഹം എന്നൊരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം എഴുതിയുണ്ടാക്കി. അത് മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയെല്ലാം സാരാംശങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഉണ്ടാക്കിയത്. എങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ട് തൃപ്തിയായില്ല. മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ചുരുക്കിയാണ് ഉണ്ടാക്കിയതെങ്കിലും ചുരുങ്ങിയത് മതിയായിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. എന്നു മാത്രമല്ല, അത് ഗദ്യവും പദ്യവും കൂടിയായതുകൊണ്ട് പഠിക്കുന്നവർക്ക് ഹൃദിസ്ഥമാക്കുന്നതിന് പ്രയാസമുണ്ടായിരിക്കുമെന്നും അദ്ദേഹത്തിന് തോന്നി. അതിനാൽ സംഗ്രഹത്തെക്കാൾ ചുരുക്കമായിട്ടും എന്നാൽ സംഗതികളെല്ലാം അടക്കിയും പദ്യങ്ങൾ മാത്രമായിട്ടും ഒരു ഗ്രന്ഥമുണ്ടാക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ആ നിശ്ചയത്തോടുകൂടി വാഗ്ഭടാചാര്യരുണ്ടാക്കിയതാണ് അഷ്ടാംഗഹൃദയം. അതിനുശേഷം അദ്ദേഹം ജനോപകാരാർത്ഥം അമരകോശം എന്ന അഭിധാന ഗ്രന്ഥവുമുണ്ടാക്കി. അത് വേറെയുള്ള അഭിധാന ഗ്രന്ഥങ്ങളുടെ സാരസംഗ്രഹവുമാണ്. ഇങ്ങനെ 3 ഗ്രന്ഥങ്ങളുണ്ടാക്കി ബ്രാഹ്മണ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വാഗ്ഭടാചാര്യർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടുള്ളതായി ഒരു കേൾവിയുമില്ല. അതിനാൽ അതിൽ പിന്നെ അദ്ദേഹം എവിടെ ഏത് സ്ഥിതിയിൽ താമസിച്ചുവെന്നും എവിടെ വെച്ച് ഏത് വിധത്തിൽ എന്ന് ചരമഗതിയെ പ്രാപിച്ചുവെന്നും മറ്റുള്ള യാതൊരു കഥയും ആർക്കും അറിയില്ല. വാഗ്ഭടാചാര്യർ പോയതിനു ശേഷം ഭ്രഷ്ടനാൽ ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ സ്വീകരിക്കാമോ എന്ന് ബ്രാഹ്മണർക്ക് വലിയ സംശയമുണ്ടായി. സ്വീകരിക്കാതെ ഇരുന്നാൽ പിന്നെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന കാര്യം അസാധ്യമായി തീരുമെന്നതിനാൽ വിശിഷ്ടമായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെല്ലാം കൂടി ആലോചിച്ച് സ്വീകരിക്കാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. എന്നാൽ ഈ ഭ്രഷ്ടനാൽ ഉണ്ടാക്കപ്പെട്ടതിനാണെന്ന് ഉള്ള ഓർമ്മയ്ക്കായി ഏകാദശി നാൾ ഈ 3 ഗ്രന്ഥങ്ങളും പഠിച്ചുകൂടാ എന്ന് അവർ നിശ്ചയിച്ചു. അതിനാൽ ഇന്നും അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം, അമരകോശം ഈ 3 ഗ്രന്ഥങ്ങൾ ഏകാദശി നാൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പതിവില്ല.